x+1 3x 4x+2 എന്നിവ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങളാണ്. എക്സിൻ്റെ വില കാണുക, 10ാം പദം കാണുക. നമുക്ക് x+1 3x 4x+2 സമാന്തര ശ്രേണിയിലത്തെ തുടർച്ചയായ 3 പദങ്ങളാണ്, ആദ്യത്തെ 3 പദങ്ങളാണ് തന്നിട്ടുണ്ട്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു സമാന്തര ശ്രേണി 5 10 15 ഒരു സമാന്തര ശ്രേണിയിലത്തെ 3 പദങ്ങളാണ്. ഈ 10ൻ്റെ ഇരട്ടി എത്ര? 20. 10ൻ്റെ ഇരട്ടി 20. 5ഉം 15ഉം കൂട്ടിയാലോ 20. അപ്പോൾ നമുക്ക് മനസ്സിലായി നടുവിലത്തെ മധ്യപദത്തിൻ്റെ ഇരട്ടിയും രണ്ട് വശത്തുള്ള പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. മധ്യപദത്തിൻ്റെ ഇരട്ടിയും രണ്ട് വശത്തുള്ള പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അതുപോലെ നമുക്ക് ഇവിടെ എന്തെടുക്കാം? മധ്യപദത്തിൻ്റെ ഇരട്ടി 2 × 3x അപ്പുറത്തും ഇപ്പുറത്തുള്ള പദങ്ങളുടെ തുക. അപ്പോൾ x+1 കൂട്ടണം 4x + 2 ഇത് രണ്ടും തുല്യമായിരിക്കും. ഇത് ഗുണിക്കുമ്പോൾ 3 6x സമം 1x 4x കൂട്ടിയ 5x 1 2 കൂട്ടിയ 3. നമുക്ക് എക്സിന് ഈ 5x എടുക്കുമ്പോൾ 6x കുറയ്ക്കണം 5x എന്ന് വരും. 6x കുറയ്ക്കണം 5x എത്ര വരിക? 1x സമം 3. നമുക്ക് എക്സിൻ്റെ വില കിട്ടി. ഇനി 10ാം പദം കാണണം. സമാന്തര ശ്രേണിയിലെ n-ാം പദം എന്താ സൂത്രവാക്യം? n-ാം പദം സമം a + n-1 × d. n-ാം പദം കാണാൻ നമുക്ക് എന്താ കാണേണ്ട? 10ാം പദം. അപ്പോൾ t10 എന്ന് എഴുതുക. t10 സമം a ഫസ്റ്റ് ടേം ആദ്യ പദം. ആദ്യ പദം ഇവിടെ എത്രയാണ്? x+1 ആണ്. അതായത് x എത്ര കിട്ടി? 3. അപ്പോൾ ആദ്യ പദം 3 1 4 പ്ലസ് ഈ n-1 ആണ് ഇവിടെ. അതുപോലെ 10 1 കുറച്ച് അവിടെ 9 × d പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം നമുക്ക് എങ്ങനെ കാണുക? ഈ x+1 ആദ്യ പദം എത്രയാണ് നമ്മൾ പറഞ്ഞത്? 4 അല്ലേ? കാരണം x 3 ആണ്. അപ്പോൾ 3 4. അടുത്ത പദം 3x പറയുമ്പോൾ 3 × 3 9 എന്ന് വരും. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാണ്? രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചാൽ 9 4 കുറച്ച് 5 ആണ്. പൊതുവ്യത്യാസം 5. ഇവിടെ കൂട്ടലുണ്ട് ഗുണിക്കലുണ്ട്. ബോർഡ് മാസ് പ്രകാരം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഗുണിച്ചിട്ട് വേണം കൂട്ടാൻ. അപ്പോൾ 4 + 9 5 45 കൂട്ടുമ്പോൾ ഉത്തരം 49.